ഹലോ ഗായ്സ്, ഐ ആം ബാക്ക്. ഫസ്റ്റ് തന്നെ എല്ലാവരും ഹാപ്പി, ഹെൽത്തി, സേഫായിട്ട് ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനു ടോക്കീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് റീഡിങ് യുവർ സ്റ്റോറിയുടെ പാർട്ട് 2 ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം കുറേ സ്റ്റോറീസ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പല വീഡിയോസിനാണ് കമൻറ്റ് വന്നേക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഇട്ടേക്കണ ആ ഒരു വീഡിയോയിലല്ല എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുന്നത്, പല വീഡിയോസിലാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഇമെയിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്റ്റോറീസ് അയക്കണമെങ്കിൽ ഇമെയിലിലോട്ട് അയച്ചാൽ മതി. കമൻറ്റിൽ തന്നെ അയക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ അയക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊരു പോസ്റ്റർ ഞാൻ ഇട്ടേക്കാം. അതിനകത്ത് നിങ്ങളുടെ സ്റ്റോറീസ് വന്നിട്ട് ഷെയർ ചെയ്യണം. അല്ലാത്തവർക്ക് ഇമെയിലിൽ ഷെയർ ചെയ്താലും മതി. ഓക്കെ, അപ്പം ഞാൻ റാൻഡം ആയിട്ടൊരു സ്റ്റോറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് വായിച്ചു നോക്കാൻ ടൈം കളയണ്ട. അപ്പം നേരെ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കമൻറ്റ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് രമ ബിജു 2242 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. ഹായ് ചേച്ചി. ഹലോ. ഇതെൻ്റെ അനുഭവമല്ല, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റേതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് റീഡ് ഇറ്റ്. അവൾക്ക് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് അവളുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. ചില സമയത്ത് അവളുടെ അടുത്ത് ആരോ ഉണ്ടെന്ന് അവൾക്ക് ഫീൽ ചെയ്യും. ആരോ അവളെ ടച്ച് ചെയ്യുന്നത് പോലെയൊക്കെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഹാളിൽ നിന്നും കസേര വലിക്കുന്നതായും ചില ശബ്ദങ്ങൾ അവൾ കേൾക്കാറുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ആക്ച്വലി വിയേർഡ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ കുട്ടിക്ക് തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും എന്തോ ഒരു അമാനുഷികമായിട്ടുള്ള പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയറൊക്കെ തന്നെത്താനെ അനങ്ങുന്ന ശബ്ദം കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ അവളുടെ ശബ്ദം വരെ പോയി. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ദാറ്റ് ഈസ് സോ സാഡ്. ഇതുകൊണ്ട് തന്നെ ഡോക്ടറിനെ അവളെ കാണിക്കുകയും ചെയ്തു. പക്ഷേ ഇത് വെറും ഇല്യൂഷനാണ്, തോന്നലാണ് എന്നെല്ലാം ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം അവർക്ക് പ്രേതം, ആത്മാവ് എന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇതേ സമയം അവൾക്ക് മാത്രമല്ല, അവളുടെ അമ്മയ്ക്കും ഇതുപോലെയുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു തണുത്ത കൈ അവരുടെ കാലിൽ പിടിക്കുന്നതായി തോന്നി എന്ന് പറയുന്നു. ആദ്യം ഈ കഥയെല്ലാം കേട്ടപ്പോൾ എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്കുണ്ടായ അതേ അനുഭവങ്ങൾ അവളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ ഐ വാസ് ജസ്റ്റ് ഷോക്ക്ഡ്. എനിക്ക് ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് എന്താ ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറ്റ് ദ സെയിം ടൈം രണ്ടു പേർക്കും ഒരുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ there is definitely something wrong. അതെന്തായാലും ഷുവറാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരാൾക്ക് മാത്രമാണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ ഇനി മേ ബി എൻ്റെ ഒരു തോന്നലായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ സെയിം ടൈം ഈ കുട്ടിയുടെ അമ്മയ്ക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി there is something wrong in their house. I think so. ഇതിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും പറയാൻ അറിയില്ല. കെയർഫുൾ ആയിട്ടിരിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇവരുടെ വീടിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ വീടിനോട് സമീപമുള്ള ചുറ്റുവട്ടത്ത് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം. കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനും അറിയത്തില്ല. എനിവേ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കിപ്പോൾ ഈ തോന്നുന്ന കാര്യങ്ങളൊക്കെ സില്ലി ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഓക്കെ, കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് അതിനെന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സംഭവം കേട്ടിട്ട് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇത് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. അവർ പറയും നിങ്ങൾക്ക് തലക്ക് ഭ്രാന്താണെന്ന്, നിങ്ങളുടെ തോന്നലാണെന്ന് തന്നെ പറയുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾ ഫേസ് ചെയ്യും വേണം. ഇറ്റ്സ് വെരി ഹാർഡ്, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഇറ്റ്സ് വെരി സ്കേറി ആൻഡ് ഡേഞ്ചർ ടു. സോ നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. എല്ലാം ഓക്കെ ആവും. അപ്പോൾ ഗായ്സ്, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പാട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കിടിലനല്ല സ്കേറി ആയിട്ടുള്ള റിയൽ ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന റിയൽ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെയായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇവിടെ ഞാൻ എൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കമൻ്റായിട്ടും അയക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ചൂടെടുത്തിട്ട് പാടില്ല. അയ്യോ കടോൽ കജോ കൂരി കളയട്ടെ. അയ്യോ നെൽ പൊളിച്ച് കൊള്ളാല് ഗൈസ്. ഫാനിടാതെ വീഡിയോ എടുക്കണം എന്ത് ചടങ്ങാന്നറിയോ? അയ്യോ ഫാനിട്ട എൻ്റെ ശബ്ദം ക്ലിയർ ആവില്ല. സോ ഫാൻ ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ എടുക്കണത്. അമ്മച്ചേ.